ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 8-9 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ മെയിൻ ക്യാരക്ടർ എനർജി, ബാഡി ഇങ്ങനത്തെ വേർഡ്സ് പോലും കേൾക്കാത്ത സമയത്തെ അങ്ങനെ ഒരു വൈബുള്ള കുട്ടിയായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് വൈകിട്ടാകുമ്പോൾ ഒരുമിച്ചായിരിക്കും സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ അപ്പോഴത്തെ വൈബ് എന്താ, നമുക്കൊരു ലൈഫുള്ളത് നമ്മൾ എൻജോയ് ചെയ്യുക, ഓൺലി അങ്ങനത്തെ വൈബുള്ളത്. പക്ഷെ ഞങ്ങൾ സംസാരിക്കുന്നത് വെച്ചാൽ നീ നാളെ ഏത് ക്യൂടെക്സ് ആയി ഇടുന്നേ, നാളെ ഏത് മാലയാണ് ഇടുന്നേ, ഇങ്ങനത്തെ ഒരു വൈബ് ഓഫ് സംസാരമൊക്കെ ഉള്ള സമയം. ഒരു ദിവസം നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് ഷോർക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി, ഇപ്പോൾ കുട്ടി എന്ന് പറയാം, ആ സമയത്ത് ഒരു ചേച്ചി, ആള് എന്താ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് എനർജി ആയിട്ട് ഇങ്ങനെ അപ്പുറത്ത് മാറിയേക്കാം. നമ്മൾ ആ സമയത്ത് കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ആൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി, ഇറിറ്റേറ്റഡ് ആണെന്ന് നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആയിട്ടാണ്. ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളിങ്ങനെ കാണും. അപ്പോൾ ആളിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വളഞ്ഞു പോയപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പോടുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്നെ പിടിച്ചിങ്ങനെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഉന്തിയപ്പോൾ ആളുടെ വെയിറ്റ് പെട്ടെന്ന് ഇങ്ങനെ പെട്ടു. അപ്പോൾ ആൾ ഒന്ന് നിർത്തുന്നുണ്ടോ, ഇങ്ങനെയുണ്ടോ പിള്ളേർ, ദിസ് ഇസ് ടു മച്ച്, അങ്ങനെ എന്ത് പറഞ്ഞിട്ട് പോയി. ആ സമയത്ത് ഞങ്ങളെല്ലാവരോടും എന്താ പറഞ്ഞതെന്ന് അറിയും, അയ്യേ ഇവളെന്താ ഇങ്ങനെ, ഇവക്കൊന്നും നമ്മളെപ്പോഴും ലൈഫില്ലല്ലോ, അവളൊന്നും ലൈഫ് എൻജോയ് ചെയ്യുന്ന പോലുമില്ല, അതിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമാധാനിച്ചു. അന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു ദിവസം ഞാനും ആ ഒരു ഏജ് ആവുന്നത്. നൗ ഐ ക്യാൻ ഫീൽ ദാറ്റ് ഗേൾ. ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നേ ഉള്ളൂ. എനിക്കിതുപോലെ ഫ്രഷേഴ്സൊക്കെ വരുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് അവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടും. ബിക്കോസ് നമ്മുടെ തലയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ലാത്തൊരു സമയമാണ്. നമ്മളൊരു സെർട്ടൻ ഏജ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലെത്തും. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഞാൻ. അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു അന്ന് ആ കുട്ടി. പണ്ട് അറിയാതെ ജഡ്ജ് ചെയ്തവർ ശരിക്കും അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീടായിരിക്കും മനസ്സിലാവാം. ഇതുപോലെ